ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം. നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ചാണക്യവചനങ്ങളുമായിട്ടാണ് ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ചാണക്യവചനങ്ങൾ എന്താണെന്ന് നമുക്ക് കേൾക്കാം. തൻ്റെ മുന്നിൽ മധുരമായി സംസാരിക്കുകയും അല്ലാത്തപ്പോൾ തനിക്കെതിരായി സംസാരിക്കുകയും അല്ലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ചങ്ങാതിമാരെ ഒഴിവാക്കണം. അവർ മുകളിൽ മാത്രം പാലുള്ള വിഷകുംഭം പോലെയാണ് എന്ന് പറയുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നത്, മനുഷ്യൻ ശ്രേഷ്ഠനാകുന്നത് സദ്ഗുണങ്ങളാൽ മാത്രമാണ്. ഉയർന്ന സ്ഥാനത്തിരിക്കുന്നത് കൊണ്ടല്ല. കൊട്ടാരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നത് കൊണ്ട് കാക്ക ഗരുഡനാകുന്നില്ല. കാക്ക കൊട്ടാരത്തിൻ്റെ മുകളിലിരുന്നാലും ഗരുഡനാകുന്നില്ല എന്ന് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ആരും നന്മയുടെ പിന്നാലെ പോകുന്നില്ല, എല്ലാവർക്കും തിന്മയുടെ പിന്നാലെ പോകുന്നു. മദ്യവിൽപ്പനക്കാരൻ എവിടെയും പോകുന്നില്ല. പാൽ വിൽപ്പനക്കാരനോ ചിലപ്പോൾ പാൽ വിൽക്കാൻ തെരുവിൽ അലയേണ്ടി വരും. മദ്യവിൽപ്പനക്കാരൻ ഇരിക്കുന്നിടത്ത് ആൾക്കാരെ എത്തും എന്ന് പറയുന്നു. പുകഴ്ത്തുന്നവന് സുഹൃത്തുക്കളെ ലഭിക്കുന്നു, സത്യം പറയുന്നവനോ എതിരാളികളെയും ലഭിക്കുന്നു എന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് അദ്ദേഹം സൂചിപ്പിക്കുന്നു, ദുഷ്ടനായ ഒരാളെയും പാമ്പിനെയും താരതമ്യം ചെയ്യുമ്പോൾ ദുഷ്ടനേക്കാളും നല്ലതാണ് പാമ്പ് എന്ന് പറയാം. കാരണം പാമ്പ് അതിനെ പ്രകോപിപ്പിക്കുമ്പോൾ മാത്രമേ കടിക്കുന്നുള്ളൂ, എന്നാൽ ദുഷ്ടൻ ഓരോ കാൽവെപ്പിലും ഉപദ്രവിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. കഴിവതും ആരുമായും കടപ്പാടുകളിൽ ഏർപ്പെടരുത്. ഒരിക്കൽ അല്ലെങ്കിൽ ചിലപ്പോൾ അതൊക്കെ നമുക്ക് നേരെയുള്ള ആയുധമായി മാറും. പിൻവാങ്ങുവാൻ സാധ്യമാവാത്ത വിധം അത് നമ്മെ പൂർണ്ണമായി ദുർബലമാക്കുകയും ചെയ്യും. ബന്ധങ്ങൾ തകരാൻ പാടില്ല, എന്നാൽ വിലമതിപ്പില്ലാത്തടത്ത് അവ നിലനിർത്താനും പാടില്ല എന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാം പഠിക്കുന്നത് മാത്രമല്ല അറിവ്. വേണ്ടാത്തതിനെ അവഗണിക്കാനും അറിവ് ആവശ്യമാണ് എന്നും ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ ഒരിക്കലും ആവശ്യത്തിൽ കൂടുതൽ സത്യസന്ധരാകരുത് എന്നും, വളവില്ലാത്ത മരമാണ് ആദ്യം മുറിക്കപ്പെടുന്നത്, അതുപോലെ സത്യസന്ധർ ആദ്യം ക്രൂശിക്കപ്പെടുന്നു എന്നും പറയും. ഇത്രയും ചാണക്യവചനങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത്. ഇനിയും നമുക്ക് വീണ്ടും ഒരു കഥയുമായി വരാം. നിങ്ങളെല്ലാവരും ഈ ചാണക്യവചനങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. നമുക്ക് ശിവരാത്രി അടുക്കാറായല്ലോ. അപ്പം ശിവരാത്രിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.